സാധനം 1 മണിക്കൂറോടെ ചെയ്ത സാധനം 1 സെക്കൻഡോടെ കിട്ടാനുള്ള സൗകര്യം എവിടെയുണ്ട്? ChatGPT മൊബൈലിൽ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും വേഗതയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സോ സീരിയസ്ലി നമ്മൾ തീരുമാനം എടുക്കണം. അവിടെയാണ് ഉത്തരമായി സക്സസ്ഫുള്ളി ഗ്ലോബലും റിലയൻസ് അക്കാദമി ജന്മം. നല്ലൊരു കൈയടി SBG ആൻഡ് താജ് ഫോഴ്സിന് കൊടുക്കുക. കാര്യം എന്താണ്? നമ്മൾ ഒരുമിച്ച് നാളേക്ക് വേണ്ടി മുന്നേറുകയാണ്. നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണെങ്കിലും അതിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുക? 2 പ്രധാന ചലഞ്ചുകളാണ് നമ്മളെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ ചലഞ്ച് എന്താണ്? അനാരോഗ്യമുള്ള സമൂഹം. എസോർണോ? ആരോഗ്യം വലിയ പ്രശ്നം. രണ്ടാമത്തതോ വരുമാനം. ഇൻകവും ഇമ്മ്യൂണിറ്റിയും ആണ് ഇന്നത്തെ മെയിൻ പ്രശ്നം. അതിന്റെ ഉത്തരവാണ് SBGയും റിലയൻസ് അക്കാദമിയും കൈകോർത്ത് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാലത്തിനൊത്ത് മാറേണ്ടതുണ്ട്. എസോർണോ? എന്താ കാലം എന്ന് പറയുന്നത്? പണ്ട് കാലത്തെ രീതിയല്ല ഇന്നത്തെ രീതി. ഇന്നത്തെ വരുമാന രീതി മാറിയിട്ടുണ്ട്, ജീവിത ശൈലി മാറിയിട്ടുണ്ട്. പണ്ട് ഒറ്റയ്ക്ക് കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കുന്ന കാലമാണെങ്കിൽ ഇന്ന് കൂട്ടം കൂടിയിട്ട് പല പല ആൾക്കാരെ സമയം നോക്കിയിട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ആണോ അല്ലേ? പണ്ട് കാലത്ത് നമ്മൾ കേൾക്കാത്ത ചിത്രങ്ങളാണ് ഓയോ, സൊമാറ്റോ, ഓല, ആമസോൺ, ഫ്ലിപ്കാർട്ട്. ഈ ചിത്രങ്ങളൊന്നും നമ്മൾ 10, 15, 25 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നോ എവിടെ നോക്കിയാലും ഈ ചിത്രമല്ലാതെ വേറെ ഒന്നും കാണാനുമില്ല. ആണോ അല്ലേ? എന്താ ഇതിന്റെ കാരണം? ഇന്ന് ഈ ചിത്രങ്ങളെ ലോകം ഭരിക്കുന്നത്. ക്ലിയർ ആണോ? അല്ലേ? നിങ്ങൾ ആലോചിക്കുക, പണ്ട് കാലത്ത് നമ്മൾ സാധനം വാങ്ങാൻ കട തെണ്ടി നടന്ന് അവിടെ മീന്, ഇവിടുന്ന് തക്കാളി, മറ്റൊടുന്ന് വസ്ത്രം, ഇങ്ങനെ നടന്നു മാറിയിരുന്നു. പക്ഷെ ഇത് മുഴുവൻ എവിടെ എത്തി? ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, മോളുകൾ. എസോർണോ? ഇത് അവിടുന്നും വിട്ടു. ലാസ്റ്റ് വീട്ടിൽ ബട്ടൺ അമർത്തിച്ചാൽ നേരിട്ട് GPS നോക്കി സാധനം കൊണ്ടുത്തരുന്ന നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളാകുന്ന ആമസോണും ഫ്ലിപ്കാർട്ടും അതേപോലെ മീഷോയും. എസോർണോ? ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മാറി വരുമ്പോൾ കച്ചവടം മാറിയിട്ടുണ്ട്. എസോർണോ? അവിടെയാണ് വരുമാനം ഉണ്ടാക്കാൻ കൃത്യമായിട്ട് നമുക്ക് 4 രൂപങ്ങളാണ് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട 2 ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ES കാറ്റഗറി, മറ്റൊന്ന് BI കാറ്റഗറി. ES എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയാൽ കൂലി ഉണ്ടാകും. എന്ന് ജോലി കട്ടായോ അന്ന് എന്ത് കട്ടാകും? കൂലി കട്ടാകും. ആ കാറ്റഗറിക്ക് എന്ത് പറയും? ES എന്ന് പറയും. BI കാറ്റഗറിയോ? നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിലും പൈസ നമ്മളെ തേടി വരും. എന്നും ഓടിപ്പായണമെന്നില്ല. ഉണ്ടാക്കി വെച്ച സിസ്റ്റത്തിന്റെ പാർട്ടായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വരുമാനം തേടി വരുന്നതാണ് ഏത് കാറ്റഗറി? BI കാറ്റഗറി. ഇനി ESൽ നിന്നാലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നം? ഒന്ന്, ഹാർഡ് വർക്ക് കൂടും. ഒരു സെക്യൂരിറ്റിയും പ്രതീക്ഷിക്കണ്ട. നോ ടൈം, സമയം തയ്ച്ചാൽ തയ്യില്ല. കാര്യം എന്താ? ജോലിക്കാർ പറയും, സാറേ എൻ്റെ കല്യാണത്തിനാണ്ട് പോകാൻ പറ്റില്ല, മക്കളെ ഇതിന് പനിയ പറ്റില്ല, മരിച്ചോടത്തും ജനിച്ചോടത്തും നമുക്ക് പോകാൻ സമയമല്ല. ആണോ അല്ലേ? ഗൾഫ് രാജ്യത്തിൽ എത്ര ആൾക്കാർ മക്കളെ കല്യാണം വീഡിയോയിൽ മാത്രം കണ്ടിട്ടുണ്ട്. ആണോ അല്ലേ? സമയമുണ്ടോ? ഇല്ലേ? ഒന്നിനുമില്ല. ഒരുപാട് കടങ്ങൾ, ഇപ്പോഴും കടങ്ങൾ എത്രയോ ബാക്കി. പക്ഷേ BI കാറ്റഗറിയിലെ കഥ നോക്കുക. ഈസി വർക്ക്, സാധനം സെറ്റായി കഴിഞ്ഞാൽ പിന്നെന്താണ്? മേലോട്ടുള്ള ഗ്രോത്താണ്. പിന്നെ സ്പെയർ ടൈം, എത്രയോ സമയം കിട്ടും. സ്റ്റെബിലിറ്റി, എപ്പോഴും നല്ലൊരു ഉറപ്പ് തന്നെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, MA യൂസുഫ് അലി. ഇപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ വരുമാന മേഖല തകരുമ്പോൾ യൂസുഫ് അലിയുടെ വരുമാന മേഖല പെട്ടെന്ന് കുറച്ച് തകർന്നാലും മൂപ്പരെ മേഖല പട്ടിണിയാവില്ല. ആവോ? 63,000 കോടി ആസ്തിയുണ്ട്. ഒരു 10 തലമുറക്ക് നല്ല സുഭിക്ഷമായിട്ട് ലക്ഷറി അടിച്ചു പോകാനുള്ള പൈസ എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ അസറ്റില് ഉണ്ട്. നമുക്ക് അടുത്ത ആഴ്ച പൈസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അയില എന്ന മീന് ചാളയായി മാറും. അവിടുന്ന് വീണ്ടും പോയാൽ അത് ഉണക്കലാവും, വീണ്ടും പോയാൽ തക്കാളി കൂട്ടാനാവും. ആണോ അല്ലേ? ഇത് എവിടെ വരും? പൈസ തൊട്ടാ വരും. ആണോ അല്ലേ? പക്ഷെ യൂസുഫ് അലിന്റെ വീട്ടിലോ? അത് യൂസുഫ് അലി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ലോകത്ത് അങ്ങനെ വിജയിച്ച ആൾക്കാരുടെ വീട്ടിലൊക്കെ. സോ സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, BI കാറ്റഗറിയാണ്. ഇവിടെ ഒറ്റ ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പൈസ ഹാൻഡിൽ ചെയ്യുന്നത്, നല്ല ജീവിതം ഹാൻഡിൽ ചെയ്യുന്നത് ജോലിക്കാരാണോ ബിസിനസ്സുകാരാണോ? ആരാ? ബിസിനസ്സുകാരാണ്. ആണോ അല്ലേ? റോഡ് സൈഡിലുള്ള 10 കോടി, 20 കോടി, 100 കോടിന്റെ വീട് ജോലിക്കാരൻ്റെതാണോ ബിസിനസ്സുകാരൻ്റെ ആണോ? ബിസിനസ്സുകാരനാണ് അല്ലേ? നല്ല പഠിച്ച ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ പഠിച്ച് B.Ed ഒക്കെ എടുത്ത് M.Ed, PhD ഒക്കെ കഴിഞ്ഞ് പ്രൊഫസർമാരായ ആൾക്കാർക്കല്ലേ ഏറ്റവും കൂടുതൽ 100 കോടിന്റെ വീടൊക്കെ ഉള്ളത് അല്ല? അപ്പൊ വിദ്യാഭ്യാസം നേടിയില്ലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? അവന് ബിസിനസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലോകം ആരെ കഴിക്കല? ബിസിനസ്സുകാരെ കഴിക്കല. ആണോ അല്ലേ? ജോലിക്കാരന്റെ കഥ ഏതാ? നിങ്ങൾ ശരിക്കും ആലോചിക്കുക. നമ്മൾ വെറുതെ മനസ്സുകൊണ്ട് എന്ന് പറയും, സാറേ എനിക്ക് അങ്ങനത്തെ കൊട്ടാരങ്ങൾ താല്പര്യമില്ല, അടിപൊളി കാറ് താല്പര്യമില്ല, പറയാറുണ്ടോ? ഇല്ലേ? പച്ച പൊള്ളാണ്. ആണോ അല്ലേ? നിങ്ങൾ മൊബൈലിൽ സ്റ്റാറ്റസ് വെക്കൂലേ? നല്ല കാറ്, നല്ല വീട് കണ്ടാൽ വണ്ടി ഒന്ന് ചവിട്ടിയിട്ട് വാവ് വാട്ട് എ വണ്ടർഫുൾ ഹൗസ് നോക്കൂലേ? നോക്കും. എന്ന് മാത്രമല്ല അതിന്റെ മേന്മ പറയൂലേ? പറയും. ആരെങ്കിലും ഒരു തല്ലിപ്പൊളി വീട് കാണുമ്പോൾ ഒന്ന് നിർത്തിക്കാം, ഒരു ചെറിയ ചാള, അതുകൊണ്ട് ചെറിയ വീട് കാണുമ്പോൾ അതിന്റെ മുമ്പിൽ സെൽഫി എടുത്ത് ആരെങ്കിലും വിടാറുണ്ടോ?
ഒരു തല്ലിപ്പൊളി സ്കൂട്ടി കാണുമ്പോൾ നിർത്തുക, ഞാൻ ഇതിന്റെ മുമ്പ് സെൽഫി എടുക്കട്ടെ, ഈ വണ്ടിയുടെ ചൊർക്ക് കണ്ടിട്ട് എനിക്ക് ഫോട്ടോ എടുക്കണം ആരെങ്കിലും പറഞ്ഞിരിക്കണോ? പക്ഷെ നമ്മൾ നല്ലൊരു ബെൻസ് കണ്ടാലോ, നല്ലൊരു റോൾസ് റോയ്സ് കണ്ടാലോ. ഞാനും വയസ്സാനും തസ്നി വരുന്ന സമയത്തൊന്ന് റോൾസ് റോയ്സ് അവിടെ കണ്ടു, ഒരു കറുത്ത റോൾസ് റോയ്സ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കുന്നത് അവിടെ തന്നെ ഉണ്ടാക്കി പോക്കില്ല. ഞാൻ പറയുന്ന പോയിട്ട് എന്താണെന്ന് വെച്ചാൽ, നല്ല വണ്ടിയുണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നിർത്തും. അപ്പൊ ഉള്ളില് ബെൻസ് ഉണ്ട്, ആണോ അല്ലേ? പിന്നെന്താ വെറുതെ പറയാത്തത്? കിട്ടൂല എന്ന് തോന്നിയിട്ടാണ്. അതുകൊണ്ടാണ് കിട്ടുന്ന ഉറപ്പിച്ച സാധനം കിട്ടും. അപ്പൊ ആദ്യം അത് ചിന്തിക്കാൻ പറ്റുക, അതിന് ES ൽ നിന്ന് നമ്മുടെ ജീവിതം എവിടേക്ക് മാറണം? BI യിലേക്ക് മാറണം. ജീവിതം ഇന്ന് ES ൽ നിൽക്കുന്നവരോട് ഒറ്റ അപേക്ഷയുള്ളൂ, ലൈഫിന് വല്ല മാറ്റം വേണോ? ES ന്ന് എവിടേക്ക് ചാടുക? BIക്ക് ചാടുക, വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ പോകാൻ ഇന്ന് വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താ ഒന്നാമത്തെ ചോദ്യം? നമുക്ക് സാറേ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പൈസ ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ വിജയിക്കുന്നുള്ള ആശങ്കയുണ്ട്, പലതും ഉണ്ട്, ആണോ അല്ലേ? ആ പ്രശ്നക്കാർക്ക് മുഴുവൻ പരിഹാരമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, പൈസയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു തലവേദന ഇല്ലാതെ തുടങ്ങാൻ പറ്റിയ ഒരേ ഒരു ബിസിനസ് ഉള്ളൂ, ദാറ്റ് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു വന്നത്, സ്വപ്നങ്ങളിലൂടെ പറഞ്ഞു വന്നു, പ്രതിസന്ധികളിലൂടെ പറഞ്ഞു വന്നു. ആ പ്രതിസന്ധികളെ മറികടക്കാൻ നല്ലൊരു ജീവിതത്തിലെ തീരുമാനമെടുക്കണം പറഞ്ഞു. ആ തീരുമാനത്തിൽ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. ബിസിനസ്സിൽ നിന്ന് തലവേദനയില്ലാതെ സുന്ദരമായിട്ട് നഷ്ടമില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സേ ലോകത്തുള്ളൂ. അതാണ് ഏത്? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി? ഇടത്തെറ്റുകാരെ മാറ്റിയിട്ട് ഉൽപ്പന്നം നേരിട്ട് വസ്തുക്കൾ കൈകളിലേക്ക് എത്തുന്ന രീതിയെ എന്ന് വിളിക്കും? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കും. ശരാശരി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അറിയുന്ന ആൾക്കാർക്ക് കൈ കഴിഞ്ഞാൽ വിശദീകരിക്കണോ വേണ്ടതെന്ന് ഇപ്പോൾ തീരുമാനിക്കാം. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അറിയുന്ന ആൾക്കാർ ഒന്നും കൂടെ ശരിക്കും കഴിയും, ശരിക്കും അറിയാത്തവരുണ്ടോ എന്നൊരു പകുതി ഉണ്ട് അല്ലേ? ഓക്കെ, ഇത്രയുള്ളൂ പറഞ്ഞത്. നമ്മൾ ഇന്നൊരു ഉൽപ്പന്നം വാങ്ങുന്നത് 100 രൂപക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് എവിടുന്നോ വാങ്ങുന്നത്? നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത കടയിൽ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്നാണ് വാങ്ങുന്നത്. അയാൾ വാങ്ങിയതോ അത് തൊട്ടപ്പുറത്ത് ഹോൾസെയിൽ എന്നായിരിക്കാം. സിറ്റിയിൽ പോയി ഹോൾസെയിൽ കടയിൽ നിന്ന് ഹോൾസെയിലുകാരൻ വേറൊരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഡിസ്ട്രിക്ട് പോയിന്റ്, ജില്ലാതല സപ്ലയർ, സംസ്ഥാന തല സപ്ലയർ, അങ്ങനെ CNF ഏജന്റ്, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കൈമാറിയിട്ടാണ് നമ്മൾ 100 രൂപയുടെ സാധനം വാങ്ങിയത്, ആണോ അല്ലേ? പക്ഷേ ഈ വസ്തു മാർക്കറ്റിലേക്ക് വന്നത് എത്ര രൂപയില്ല? 40 രൂപക്കാണ്. 40 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിയത് എത്രക്ക? 100-നാണ്. എത്ര രൂപ കൂടി? 60 കൂടി. 60 ആരെടുത്തത്? ഈ സാധനം നമ്മളിലേക്ക് എത്തിച്ചെന്ന പരസ്യക്കാരും ഇടനിലക്കാരും. എസ്വർണോ? ഇതാണ് ഏത്? ട്രഡീഷണൽ ബിസിനസ്. അപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാലോ, ഈ നടുത്ത ആൾക്കാരെ നേരെ മാറ്റുന്നു. ഉൽപ്പന്നം നേരിട്ട് നമുക്ക് എവിടുന്ന് കിട്ടും? ഈ 40 രൂപക്ക്. അത് ആരാണോ ഉണ്ടാക്കുന്നത്, ആ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ കോസ്റ്റോട് കൂടി അവരുടെ സപ്ലൈ വെയർ ഹൗസിൽ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ 60 രൂപ ആർക്ക് പോക്കറ്റ് കിടാം? ഞമ്മക്കിടാം. നേരെ മറിച്ച് നമ്മളത് വിൽക്കാൻ തയ്യാറായാലോ, അത് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കൈകളിൽ വെക്കുകയും ചെയ്യാം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇതിനെ എന്ത് വിളിക്കും? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതായത് ഇടത്തട്ടുകാരെ മുഴുവനായിട്ട് മാറ്റിയിട്ട് അവരേതൊരു ഭാഗമാണോ ഹാൻഡിൽ ചെയ്തത് അത് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ആളുകളെ ഡയറക്റ്റ് സെല്ലേഴ്സ് എന്ന് വിളിക്കും. അവർ ചെയ്യുന്ന പരിപാടിക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കും. ക്ലിയർ ആണോ? സോ നല്ലൊരു കാര്യം നമ്മുടെ ഇൻഡസ്ട്രി